ഹായ് ഗൈസ്, നമ്മൾ ഇന്ന് 2025 UPSC പ്രിലിംസ് ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തിട്ട് 2026 നമുക്ക് ഏതൊക്കെ ഏരിയസിനാണ് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ളത്, അതിന്റെ ലോജിക് എന്താണെന്നൊക്കെയാണ്. സോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്ന ഒരു ക്രിസ്റ്റൽ ക്ലിയർ ഡാറ്റ ബാക്ക്ഡ് ആയിട്ടുള്ള നോ നോൺസെൻസ് അനാലിസിസ് ആണ്. UPSC പ്രിലിംസ് 2025 എന്താണ് ചോദിച്ചത്, അത് എന്തുകൊണ്ടാണ് അതൊക്കെ ചോദിക്കാൻ കാരണം, ഇനി അതിൽ നിന്ന് നിങ്ങൾക്ക് എന്തൊക്കെ മനസ്സിലാക്കാം, എന്നിട്ട് 2026 നമുക്ക് എന്തൊക്കെ പ്രിപ്പയർ ചെയ്യണം, എക്സാക്ട് ലെസൺസ് നമുക്ക് അതിൽ നിന്ന് എന്തൊക്കെ എടുക്കാം എന്നാണ് നമ്മൾ ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഓഫ് കോഴ്സ് ഹൈ പ്രോബബിലിറ്റി ഏരിയാസ് നമ്മൾ പാറ്റേൺ നോക്കിയിട്ട് മനസ്സിലാവും അല്ലെ. സോ സി, എല്ലാ വർഷവും സ്റ്റുഡൻസ് കൺഫ്യൂസ് ആവുന്ന ഒരു കാര്യമുണ്ട്. UPSC പ്രിലിംസിൽ വരുമ്പോൾ റാൻഡം ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നു. പക്ഷേ UPSC റാൻഡം ആണോ? എല്ലാവരും പറയും UPSC അൺപ്രഡിക്റ്റബിൾ ആണ്. UPSC അൺപ്രഡിക്റ്റബിൾ ആണോ? അല്ല, UPSC പ്രഡിക്റ്റബിൾ ആണ്. കാരണം എന്താണ്? UPSC ഒരു പാറ്റേൺ ബേസ്ഡ് എക്സാം ആണ് അല്ലേ. നിങ്ങൾക്ക് ആ പാറ്റേൺ റിപ്പീറ്റ് ചെയ്യുന്ന കാണാൻ പറ്റും, ഇമ്പോർട്ടൻറ്റ് തീംസ് റിപ്പീറ്റ് ചെയ്യുന്ന കാണാൻ പറ്റും. ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യില്ല, പക്ഷേ ഇമ്പോർട്ടൻറ്റ് തീംസ് ഏരിയാസ് റിപ്പീറ്റ് ചെയ്യും. ട്രെൻഡ് സെൻസിറ്റീവ് ആണ്, ലോജിക് ഡ്രിവൺ ആണ്. അപ്പോൾ ആ ലോജിക് നമ്മൾ മനസ്സിലാക്കണം, ആ പാറ്റേൺ നമ്മൾ മനസ്സിലാക്കണം. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ട്രെൻഡ് നമ്മൾ മനസ്സിലാക്കണം. ആൻഡ് ട്രെൻഡ് ഇസ് യുവർ ഫ്രണ്ട്. അത് എന്തിനാണെങ്കിലും, മാർക്കറ്റിലാണെന്നുണ്ടെങ്കിലും UPSC എക്സാം ആണെങ്കിലും സെയിം ആണ്. സോ ട്രെൻഡ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഡീകോഡ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും, ലേസർ ഷാർപ്പ് പ്രിപ്പറേഷൻ ആയിരിക്കും. സോ നമുക്ക് വേണ്ടത് UPSCയുടെ ലോജിക് എന്താണെന്ന് മനസ്സിലാക്കുക, UPSCയുടെ പാറ്റേൺ എന്താണെന്ന് മനസ്സിലാക്കുക, UPSCയുടെ ട്രെൻഡ് എന്താണെന്ന് മനസ്സിലാക്കുക, അത് ഡീകോഡ് ചെയ്തിട്ട് അത് വെച്ച് നമ്മളുടെ പ്രിപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു റാൻഡം പ്രിപ്പറേഷൻ അല്ല, ലേസർ ഫോക്കസ്ഡ് ആയിരിക്കും. സോ അതിന് നമ്മൾ ഇന്നത്തെ സെഷനിൽ എന്തൊക്കെയാണ് ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പോകുന്നത് നോക്കിക്കഴിഞ്ഞാൽ, 2025 UPSC എക്സാക്ട്ലി എന്താണ് ചോദിച്ചത്, എന്തുകൊണ്ടാണ് അത് ചോദിച്ചത്, ഇനി ആ ക്വസ്റ്റ്യൻസിന്റെ ഹിഡൻ ലോജിക് അല്ലെ, അത് നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ സബ്ജക്ട് വൈസ് വെയിറ്റേജ്, ഏതൊക്കെ സബ്ജക്ട്സ് ആണ് ഇമ്പോർട്ടന്റ്, അതുപോലെ സബ്ജക്ട് വൈസ് ഡിഫിക്കൽട്ടി ലെവൽ നമുക്ക് നോക്കാം. എന്നിട്ട് നമ്മൾ 2026 ഏതൊക്കെയാണ് ഫോക്കസ് ഏരിയാസ്, ആ ഒരു ട്രെൻഡ് വെച്ചിട്ട്, അതുപോലെ അവോയ്ഡ് ചെയ്യേണ്ട ടോപ്പിക്സ്. നമ്മൾ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് നോക്കി കഴിയുമ്പോൾ ചില ഏരിയാസിന് നമ്മൾ കൂടുതൽ സമയം കൊടുത്താലും നമുക്ക് വലിയ എഫക്റ്റീവ് ആയിട്ടൊരു ഔട്ട്പുട്ട് ഉണ്ടാവില്ല. സോ ഏതൊക്കെയാണ് ആ ഏരിയാസ് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നത്, അതായത് ഒരു കംപ്ലീറ്റ് ഡെഫിനറ്റ് റോഡ് മാപ്പ് ഞാൻ നിങ്ങൾക്ക് 2026 പ്രിലിംസിലേക്ക് വേണ്ടിയിട്ട് തരും. അത് നിങ്ങൾ ഫോക്കസ് ചെയ്താൽ മതി. ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ലെക്ചർ ആണ്. 2025 ഡയറക്റ്റ് അനാലിസിസ് ആണ്. അത് വെച്ചിട്ട് 2026 നമ്മൾ എങ്ങനെ ചെയ്യും എന്നാണ് ഞാനിതിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതുവരെ നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടില്ലെങ്കിലും ഇനിയുള്ള ദിവസങ്ങളിൽ ബ്ലൈൻഡ്ലി ഇത് ഫോളോ ചെയ്താൽ മതി. ഇനി ബുക്സ് ഏതൊക്കെയാണെന്നുള്ളത് പ്രീവിയസ് വീഡിയോയിൽ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സ്ട്രാറ്റജി എന്താണെന്നുള്ളതും അതിന് മുമ്പുള്ള ഒരു വീഡിയോയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ നമ്മളൊരു കമ്പാരിസൺ, അനാലിസിസ് ആൻഡ് പ്രഡിക്ഷൻ, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ നിങ്ങൾ ലാസ്റ്റ് ഇയറിൽ 2025 പേപ്പർ നോക്കി കഴിയുമ്പോൾ, അനലൈസ് ചെയ്യുമ്പോൾ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. 65% ഓഫ് ദ ക്വസ്റ്റ്യൻസ് 4 സബ്ജക്റ്റ് നിന്നാണ്. അപ്പോൾ അൺപ്രഡിക്റ്റബിൾ ആണോ, അല്ലെങ്കിൽ എവറിത്തിങ് അണ്ടർ ദ സൺ പഠിക്കണോ? നിങ്ങൾക്ക് പാസ് ആവാനായിട്ട് പ്രിലിംസിൽ 50% മാർക്ക് പോലും വേണ്ട. അപ്പൊ 65% മാർക്ക് 4 സബ്ജക്റ്റ് ആണ്. എൻവയോൺമെന്റ്, എക്കോണമി, പോളിറ്റി, ജോഗ്രഫി. ഇതിന്റെ കൂടുതൽ നിങ്ങൾ ഹിസ്റ്ററിയും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എളുപ്പമായിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്. അതാണ് നമ്മുടെ കോർ. എൻവയോൺമെന്റ്, എക്കണോമി, പോളിറ്റി, ജോഗ്രഫി, ഈ 4 65% ചോദിച്ചിട്ടുണ്ട്. ഹിസ്റ്ററി കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 75% ആയി. സോ ഇത്രയും തന്നെ നിങ്ങൾ സ്ട്രോങ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 75% കവർ ചെയ്തു. പിന്നെ ബാക്കിയുള്ള പെരിഫറൽ ഏരിയയിൽ വലിയ എഫേർട്ട് ഒന്നും ഇടാണ്ട് ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചാൽ പോലും നിങ്ങൾ ഈസി ആയിട്ട്, അവിടെ ഒരു ആവറേജ് പ്രിപ്പറേഷൻ മതി. ഇവിടെ റോക്ക് സോളിഡ് ഫൗണ്ടേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അടിപൊളിയായിട്ട് ഈസി ആയിട്ട് പ്രിലിംസ് ക്ലിയർ ചെയ്യും. സോ ഈ 5 സബ്ജക്ട് അല്ലെങ്കിൽ 4 സബ്ജക്ട് 65% നിങ്ങൾക്ക് കവർ ചെയ്യുന്നുണ്ട്. 45 ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രിലിംസ് പാസ്സാകാൻ പറ്റും. അപ്പോഴാണ് നമ്മുടെ 75 ക്വസ്റ്റ്യൻസ് ഈ 5 സബ്ജക്റ്റിൽ നിന്ന് മാത്രം കിട്ടുന്നത്. അതിന്റെ പകുതി ചെയ്താൽ മതി ശരിക്കും അല്ലെ, ബാക്കിയുള്ളത് ആവറേജ് ആയിട്ടും പെർഫോം ചെയ്താൽ മതി. സോ ബ്രേക്ക് ഡൗൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൻവയോൺമെന്റ് 18 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്, എക്കോണമിന്ന് 17 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്, പോളിറ്റി 16, ജോഗ്രഫി 14, അങ്ങനെ 65 ക്വസ്റ്റ്യൻസ്. മിഡീവലിന്ന് 8 ആൻഡ് മോഡേൺ 8, അങ്ങനെ 16 കൂടി ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ 80 ക്വസ്റ്റ്യൻസോളം അങ്ങനെ വരുന്നുണ്ട് കേട്ടോ. ബട്ട് നോർമലി നമുക്ക് പറയാം 75 ക്വസ്റ്റ്യൻസ് ആണ്, അല്ലെങ്കിൽ 75% നിങ്ങൾക്ക് ഈ 5 സബ്ജക്റ്റ് നിന്ന് കവർ ചെയ്യും. ഓൺ ആൻ ആവറേജ് 15 ക്വസ്റ്റ്യൻസ് വെച്ച് എല്ലാ സബ്ജക്റ്റിൽ നിന്നും ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ 65 ക്വസ്റ്റ്യൻസ് നിങ്ങൾ 4 സബ്ജക്റ്റ് നിന്ന് കവർ ചെയ്തിട്ടുണ്ട്. സോ ഈ 4 സബ്ജക്റ്റ് റോക്ക് സോളിഡ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 5 സബ്ജക്റ്റ് പഠിച്ചു കഴിഞ്ഞാൽ, ബാക്കിയുള്ള സബ്ജക്റ്റിൽ നിങ്ങൾ ആവറേജ് ആയിക്കോട്ടെ, നിങ്ങൾ ഈസി ആയിട്ട് പ്രിലിംസ് ക്ലിയർ ചെയ്യും. പിന്നെ പ്രിലിംസ് നൈറ്റ് മെയർ ആണ്, പേടിയാണെന്ന് പറയുന്നതിൽ ഒരു കാര്യമില്ല. സോ സ്റ്റുഡൻസ് ഫെയിൽ ചെയ്യുന്ന എന്തുകൊണ്ടാണ്? പേപ്പർ ഡിഫിക്കൽട്ട് ആവുന്നതുകൊണ്ടൊന്നല്ല, നിങ്ങൾക്ക് ഈ പാറ്റേൺ മനസ്സിലാവുന്നില്ല, നിങ്ങൾക്ക് അത് ഡീകോഡ് ചെയ്യാൻ പറ്റുന്നില്ല, ആ ലോജിക്ക് മനസ്സിലാവുന്നില്ല, അത് വെച്ച് പ്രിപ്പയർ ചെയ്യുന്നില്ല. എന്താണോ എക്സാം ഡിമാൻഡ് ചെയ്യുന്നത് അത് വെച്ച് പ്രിപ്പയർ ചെയ്യണം.
അല്ലേ? സോ നിങ്ങളുടെ പ്രിപ്പറേഷൻ എന്താണ്? കംപ്ലീറ്റ്ലി അൺബാലൻസ്ഡ് ആണ്. അത് പ്രോപ്പറായിട്ട് ബാലൻസ്ഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ക്ലിയർ ചെയ്യും. നമുക്ക് സബ്ജക്ട് വൈസ് പോവാം. എൻവയോൺമെന്റ് എടുക്കുക. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു കോൺസെപ്റ്റ് ബേസ്ഡ് ഷിഫ്റ്റ് ആണ് നിങ്ങൾക്ക് ലാസ്റ്റ് ഇയറിൽ കാണാൻ പറ്റുന്നത്. 2025 ചോദിച്ചത് 18 ക്വസ്റ്റ്യൻസ് ആണ്. അത് ട്രെൻഡ് കംപ്ലീറ്റ്ലി ക്ലിയർ ആണല്ലോ. UPSC ഇപ്പോൾ പ്യുവർ കോൺസെപ്റ്റ്വൽ എൻവയോൺമെന്റ് സയൻസിലേക്കാണ് ഷിഫ്റ്റ് അയക്കുന്നത്. സോ നിങ്ങൾ എക്സാമ്പിൾസ് നോക്ക്. പോളർ ഐസ് മെൽറ്റ് ദാറ്റ് ഇസ് അഫക്റ്റിംഗ് ദ എർത്ത് ആക്സിസ്, ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. കോൺസെപ്റ്റ്വൽ ആണ്. വെറ്റ് ബൾബ് ഗ്ലോബൽ ടെമ്പറേച്ചർ റിലേറ്റഡ് ക്വസ്റ്റ്യൻ, കോൺസെപ്റ്റ്സ് ആണ്. പാരീസ് അഗ്രിമെന്റ് ആർട്ടിക്കിൾസ്, അതുപോലെ തന്നെ ഡസ്റ്റ് അറ്റ്മോസ്ഫിയർ ഐസോതെർമലിംഗ് ആ റിലേറ്റഡ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. വൈറസ് റിലേറ്റഡ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു അല്ലേ? സോ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കുന്നത്, ഇതെല്ലാം സ്റ്റാറ്റിക് എൻവയോൺമെന്റൽ സയൻസ് റിലേറ്റഡ് ആണെന്നുണ്ടെങ്കിലും അതിന്റെ ബേസ് എവിടെ നിന്നാണ് വരുന്നത്? കറണ്ട് അഫയേഴ്സ് നിന്നാണ്. സോ ഈ സാധനങ്ങൾ ന്യൂസിൽ ഉണ്ടായിരുന്നു. ലാസ്റ്റ് ഒരു 12 മന്ത്സിനിടയിൽ ഇത് വന്നിട്ടുണ്ട്. സോ ന്യൂസിൽ ഉണ്ടായിരുന്നു. സോ നിങ്ങൾക്ക് അറിയാം ഇത് ഹൈലി പൊട്ടൻഷ്യൽ ആണെന്നുള്ളത്. അതിനുശേഷം നിങ്ങൾ അത് കാണുമ്പോൾ നിങ്ങൾ തിരിച്ച് ഇവിടെ വന്ന് കോൺസെപ്റ്റ്സ് ക്ലിയർ ചെയ്യണം. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഗവർണർ അല്ലെങ്കിൽ പ്രസിഡന്റ് ഇലക്ഷൻ നടക്കുകയാണെന്നുണ്ടെങ്കിൽ ന്യൂസിൽ അതുണ്ടാവും. സോ അപ്പം നമുക്ക് എന്താണ് ഇപ്പൊ ഡെപ്യൂട്ടി സ്പീക്കർ അതിനെപ്പറ്റി ന്യൂസിലുണ്ട്. സോ നമ്മൾ എന്താ നോക്കേണ്ടത്? പോളിറ്റിയിൽ വരിക കോർ കോൺസെപ്റ്റ്സ്, ഡെപ്യൂട്ടി സ്പീക്കറിനെ പറ്റിയിട്ട് ഫംഗ്ഷൻസ്, ഇലക്ഷൻസ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് പഠിച്ച് മനസ്സിലാക്കുക. സോ ഈ ക്വസ്റ്റ്യൻ ചോദിക്കാൻ കാരണം അത് ന്യൂസിൽ ഉണ്ടായിരുന്നുകൊണ്ടാണ്. സോ കറണ്ട് അഫയർ സ്റ്റാറ്റിക് ലിങ്കേജ് അതെപ്പോഴും വേണം. അതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. ഇനി 2026 സ്ട്രാറ്റജി എന്താണ്? ഈ എൻവയോൺമെന്റ് വെച്ചിട്ട് നോക്കുമ്പോൾ ക്ലൈമറ്റ് സയൻസ് ഡീപ്ലി പഠിക്കണം. കാരണം UPSCയുടെ ഫേവറേറ്റ് ഏരിയ ആണ്. അതുപോലെ നാഷണൽ പാർക്സ്, സ്പീഷീസ്, ആ ഒരു ലിസ്റ്റ് നമ്മൾ ട്രഡീഷണലി പഠിക്കുന്നുണ്ടല്ലോ, അത് 2025 കുറവായിരുന്നു. സോ ഒരു സമയത്ത് കുറച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അടുത്തതിൽ എന്താണ് ചാൻസ് ഉള്ളത്? അത് കൂടുതൽ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. സോ അത് തിരിച്ചു വരും. സോ നിങ്ങൾ അതിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക, ലിസ്റ്റുകൾ ഇഗ്നോർ ചെയ്യരുത്. അതുപോലെ COP, UNFCC, കാർബൺ മാർക്കറ്റ്സ്, അതെല്ലാം ഷുവർ ആണ്. ഷൂട്ട് ഏരിയാസ് ആണ് ഇതെല്ലാം, ഇതിന് ഏതെങ്കിലുമൊക്കെ. അതുപോലെ ENSO, ഹീറ്റ് വേവ്സ്, ആർട്ടിക് അന്റാർട്ടിക് മെൽറ്റിംഗ്, ഇതൊക്കെ ഗ്യാരണ്ടീഡ് ആണ്. സോ കുറേയൊക്കെ നമുക്ക് പാറ്റേൺ ബേസ് ചെയ്തിട്ട് നെക്സ്റ്റ് ഇയറിൽ എന്ത് ചോദിക്കുന്നു പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. സോ ഈ ടോപ്പിക്സ് അതുകൊണ്ടാണ് നമ്മുടെ ടെസ്റ്റ് സീരീസിൽ അടുത്ത വർഷം എന്താണോ പ്രോബബിലിറ്റി ഉള്ളത് ആ ഏരിയാസ് കവർ ചെയ്തിട്ട് അതിന്റെ ബേസ് ചെയ്ത് ടെസ്റ്റ് എടുക്കാനാണ് ഞാൻ നമ്മുടെ ടീമിന്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ടെസ്റ്റ് സീരീസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. കഴിഞ്ഞ പാറ്റേൺ എന്താണോ ഡീകോഡ് ചെയ്യുന്നു, ട്രെൻഡ് മനസ്സിലാക്കുന്നു, ഇമ്മീഡിയറ്റ്ലി നമ്മൾ അഡാപ്റ്റ് ചെയ്യുന്നു, നമ്മൾ പുതിയ ട്രെൻഡിലേക്ക് വരുന്നു, അടുത്ത വർഷത്തെ പോസിബിലിറ്റി എന്തായിരിക്കും എന്ന് അനലൈസ് ചെയ്യുന്നു, അതേ ബേസ്ഡ് ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്യുന്നു. സോ കഴിഞ്ഞ വർഷത്തെ നമ്മുടെ പ്രിലിംസ് പോലെ ആയിരിക്കണം എന്നില്ല ഈ വർഷത്തെ പ്രിലിംസ് ടെസ്റ്റ് സീരീസ്. നമ്മൾ ട്രെൻഡിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. സോ എൻവയോൺമെന്റ് എന്ന് പറയുന്നത് ഇപ്പൊ എക്കോളജി മാത്രമല്ല, ഇതൊരു GS പ്ലസ് സയൻസ് ബേസ്ഡ് ഒരു ഹൈബ്രിഡ് സാധനമാണ്. അപ്പൊ നമ്മൾ ആ ഒരു കൈൻഡ് ഓഫ് ഇമ്പോർട്ടൻസ് കൊടുക്കണം അവിടെ. ഓക്കെ, ഇനി നമ്മൾ എക്കണോമിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, എക്കണോമിയിൽ ഒരു നമുക്ക് മെയിൻലി 3 ടൈപ്പിലാണ്. ഒന്ന് കോൺസെപ്റ്റ്സ്, ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ്സ്, പിന്നെ കറണ്ട് റിലേറ്റഡ് ചോദിക്കുന്നുണ്ട്, ജനറൽ അവയർനെസ്. ഇതിന്റെ മൂന്നിന്റെയും ഒരു മിക്സ് ആയിരുന്നു. ഒരു 17 ക്വസ്റ്റ്യൻസ് 2025 ചോദിച്ചിട്ടുണ്ട്. അതിന്റെ യുണീക്നെസ് എന്ന് പറയുന്നത് ഒരു പ്യുവർ മിക്സ് ആയിരുന്നു. UPSC പ്യുവർ ആയിട്ടുള്ള കോൺസെപ്ഷൻ അണ്ടർസ്റ്റാൻഡിങ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലേ? സോ ചില എക്സാമ്പിൾസ് നോക്കുക. നിങ്ങളത് ടെക്നോളജി ആണെന്ന് വിചാരിക്കും, പക്ഷെ അത് ഇൻഫ്രാസ്ട്രക്ചറിൽ വരുന്നതാണ്. EV ബാറ്ററീസ്, ആനോഡ് കാഥോഡ്, ഓൾട്ടർനേറ്റ് പവർ ട്രെയിൻ, റെയിൽവേ കവേജ് ടെക്നോളജി, ബജറ്റ് ഡെഫിസിറ്റ് റിലേറ്റഡ് ക്വസ്റ്റ്യൻ, RTGS, നെഫ്റ്റ്, ആ കോൺസെപ്റ്റ്സ് ചോദിച്ചിട്ടുണ്ട്. സർക്കുലർ എക്കണോമി, RBI ഇൻകം, AIF. സോ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ 3 കാറ്റഗറി ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് എക്കണോമിയിൽ ഡോമിനേറ്റ് ചെയ്തത്. ഒന്ന് ആസ് യൂഷ്വൽ കോൺസെപ്ച്വൽ എക്കണോമി, നിങ്ങളുടെ മണി, ബാങ്കിങ്, ഇൻഫ്ലേഷൻ, ഡിമാൻഡ് സപ്ലൈ, അങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്, ട്രഡീഷണൽ ക്വസ്റ്റ്യൻസ്. 2 ഇൻഫ്രാസ്ട്രക്ചർ പ്ലസ് ടെക്നോളജി റിലേറ്റഡ് എക്കണോമി. നിങ്ങൾ വിചാരിക്കുന്നത് സയൻസ് ആൻഡ് ടെക് ആണ്, റെയിൽവേ കവേഴ്സ് ടെക്നോളജി, ബട്ട് ഇൻഫ്രാസ്ട്രക്ചർ പ്ലസ് ടെക്നോളജി റിലേറ്റഡ് ആണത്. പിന്നെ അതുപോലെ തന്നെ ജനറൽ എക്കണോമിക് അവയർനെസ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് വെച്ചിട്ടുണ്ട്. സോ അതാണ് കഴിഞ്ഞ വർഷത്തെ ട്രെൻഡ്. ഇനി അത് വെച്ചിട്ട് നമ്മൾ എങ്ങനെ 2026 എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്? ഇൻഫ്രാസ്ട്രക്ചർ ടെക്നോളജി റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് കൂടുതൽ വരാനുള്ള ചാൻസ് ഉണ്ട്. അവിടെ അങ്ങനെ ഒരു ഷിഫ്റ്റ് നടക്കുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ബഡ്ജറ്റ് റിലേറ്റഡ് ടോപ്പിക്സ്, അതിൽ പ്രോപ്പർ കോൺസെപ്ച്വൽ ക്ലാരിറ്റി നിങ്ങൾക്ക് വേണം. എന്താണ് ഫിസിക്കൽ ഡെഫിസിറ്റ്, എന്താണ് നിങ്ങളുടെ റവന്യൂ ഡെഫിസിറ്റ്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളിലും ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. ഓക്കെ, അതുപോലെ തന്നെ ചിപ്പ് പോളിസി, ഇലക്ട്രോണിക് വെഹിക്കിൾസ്, അതിന്റെ പോളിസീസ്, സെമി കണ്ടക്ടർ എക്കോസിസ്റ്റം, ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ചേഞ്ചിങ് സിനാരിയോ, ചേഞ്ചിങ് മാർക്കറ്റ്സ്, ചേഞ്ചിങ് എക്കണോമി, ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഏരിയാസ് ആണ്. സോ നമുക്ക് ഈക്വൽ ഇമ്പോർട്ടൻസ് സ്റ്റാറ്റിക്കിനും കൊടുക്കണം, കോൺസെപ്റ്റ്സിനും കൊടുക്കണം. ബട്ട് അറ്റ് ദ സെയിം ടൈം നിങ്ങൾക്ക് ഇപ്പോൾ ചെറി പിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ കറണ്ട് അഫയേഴ്സ് ബേസ് ചെയ്തിട്ടായിരിക്കണം നിങ്ങളത് സെലക്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ബേസിക്കലി കറണ്ട് അഫയേഴ്സിന് മാത്രം ഞാൻ 15 മന്ത്സ് കറണ്ട് അഫയേഴ്സിന് 15 ടെസ്റ്റ് മന്ത് വൈസ് കൊടുക്കുന്നുണ്ട്. അപ്പൊ തന്നെ 1500 ക്വസ്റ്റ്യൻസ് കവേർഡായി, 1500 ടോപ്പിക്സ് കവേർഡായി, എല്ലാ പോളിറ്റി, എക്കണോമി, ഹിസ്റ്ററി, എല്ലാത്തിനും.
അതിനുശേഷം ലാസ്റ്റ് ഒരു 5 ടെസ്റ്റ്, അപ്പൊ 20 ടെസ്റ്റ് മൊത്തം കറണ്ട് അഫെയർ മാത്രമാവും. 15 മന്ത് 12 ഇട്ടേക്കും, നമ്മൾ 15 കവർ ചെയ്യാണ്. ലാസ്റ്റ് ഫുൾ 15 മന്ത്സ് കൺസോളിഡേറ്റ് ആയിട്ട് നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. ഇത് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് റെലവൻസ് കിട്ടാൻ പോകുന്നത് എസ്പെഷ്യലി 2 ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഏരിയാസിലാണ്. ഒന്ന് സയൻസ് ആൻഡ് ടെക്നോളജി നമ്മൾ ഇതുപോലെ ബ്യൂട്ടിഫുള്ളി കവർ ചെയ്യും, നിങ്ങൾക്ക് സെപ്പറേറ്റ് വേറെ ഒന്നിന്റെ ആവശ്യമില്ലാണ്ട് ഞാൻ തന്നെ കവർ ചെയ്ത് തരും. രണ്ടാമത് നിങ്ങളുടെ ഇന്റർനാഷണൽ റിലേഷൻ ക്വസ്റ്റ്യൻസിലും. ഓക്കെ, അതെല്ലാം പ്യുവർ കറണ്ട് ബേസ്ഡ് ആണ്. ഓക്കെ, അതുപോലെ എക്കണോമിയും പോളിറ്റിയും എൻവയോൺമെന്റൽ സയൻസ് ജോഗ്രഫി വരെ കഴിഞ്ഞ വർഷം അങ്ങനെയായിരുന്നു ചോദിച്ചത്. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞല്ലോ. ഇനി നെക്സ്റ്റ് പോളിറ്റിയിലേക്ക് പോവാം. ഇവിടെ എന്താണോ നമ്മൾ ഇഗ്നോർ ചെയ്തത് അതൊക്കെയാണ് കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുള്ളത്. 14 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അവിടെ ലക്ഷ്മികാന്ത് നമ്മൾ എല്ലാവരും പഠിക്കുന്നുണ്ട്, പക്ഷേ നോട്ട് ഡയറക്റ്റ് ലക്ഷ്മികാന്ത്. എന്താണ് ചോദിച്ചത്? ബോർഡ്സ് ആൻഡ് റെഗുലേറ്ററി ബോഡീസ്, ആർട്ടിക്കിൾ 361 ഇമ്മ്യൂണിറ്റീസ് ചോദിച്ചിട്ടുണ്ട്, സ്പീക്കർ ഡെപ്യൂട്ടി സ്പീക്കർ പവർ ചോദിച്ചിട്ടുണ്ട്, റെയർ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുറെ ഇന്റർപ്രിട്ടേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻ, അതായത് നിങ്ങൾ പഠിച്ചാൽ മാത്രം പോരാ, തിയററ്റിക്കലി കാര്യങ്ങൾ അറിഞ്ഞാൽ പോരാ, ഇന്റർപ്രിറ്റ് ചെയ്യാൻ പറ്റണം, അതിന്റെ ആ സബ്ജക്റ്റീവ് അണ്ടർസ്റ്റാൻഡിങ് പ്രോപ്പർലി നിങ്ങൾക്ക് വേണം. സോ അത് വെച്ച് നോക്കുമ്പോൾ ഹൈ പ്രോബബിലിറ്റി ആയിട്ടുള്ള ടോപ്പിക്സ് ഏതാണ് അടുത്ത വർഷം അല്ലെങ്കിൽ 2026 നിങ്ങൾക്ക് എന്തൊക്കെ എക്സ്പെക്ട് ചെയ്യാം? സ്കെഡ്യൂൾഡ് ഏരിയാസ് എന്ന UPSCയുടെ ഫേവറേറ്റ് ഏരിയ ആണ് അവർ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. വേരിയസ് ബോർഡ്, സ്പൈസ് ബോർഡ്, കോഫി ബോർഡ്, ടേമറിക് ബോർഡ്, കൊയർ ബോർഡ്, അതൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. പിന്നെ ഡെപ്യൂട്ടി സ്പീക്കർ ന്യൂസിലുള്ളതാണ്. സോ പാർലമെന്ററി പ്രൊസീജിയേഴ്സ് എക്സ്പെക്ട് ചെയ്യാം. അറ്റോർണി ജനറൽ, ഗവർണർ പവേഴ്സ്, കോൺസ്റ്റിറ്റ്യൂഷണൽ ഇമ്മ്യൂണിറ്റീസ്, അതുപോലെ തന്നെ റീസെന്റ് അപ്ഡേറ്റ് ചെയ്തേക്കുന്ന റൂൾസ്, ബിൽസ്, അമെൻമെന്റ്സ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം. സോ പോളിറ്റിയിൽ അവരിപ്പോ എന്താണ് ചെക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് അതിൽ എഴുതി വെച്ചേക്കുന്നത് എന്നുള്ളതല്ല. കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, ആ എഴുതി വെച്ചേക്കുന്നത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് അവരിവിടെ ടെസ്റ്റ് ചെയ്യുന്നത്. സോ ലോജിക് ഇമ്പോർട്ടൻ്റ് ആണ്, റീസണിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, സബ്ജക്റ്റീവ് അണ്ടർസ്റ്റാൻഡിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, കോൺസെപ്ച്വൽ ക്ലാരിറ്റി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കൂൾ. സോ അത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ജോഗ്രഫിയിലേക്ക് പോവാം. ജോഗ്രഫി എനിക്ക് തോന്നുന്നു ഇത്തവണ മാപ്പ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് കുറച്ച് കൂടുതൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. കഴിഞ്ഞ വർഷം 14 ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചത്. സോ ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ 2024 അവർ ചോദിച്ചത് മോസ്റ്റ്ലി NCERT ബേസ്ഡ് ആയിരുന്നു, ഹെവിലി NCERT, എല്ലാം NCERT ആയിരുന്നു. 2025 കോൺസെപ്ച്വൽ ഉണ്ട്, അൺകൺവെൻഷണൽ ഏരിയാസ് ഉണ്ട്. മാപ്പിംഗ് നോക്കിക്കഴിഞ്ഞാൽ 3 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. സോ ലാസ്റ്റ് ഇയറിൽ 3 ക്വസ്റ്റ്യൻസ് റെഗുലർലി അങ്ങനെയാണ് വരുന്നത്, ചിലപ്പോൾ കൂടുതൽ വരാൻ ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് ഏതൊക്കെ ഏരിയാസ് എന്നാണ് ജോഗ്രഫിയിൽ ക്വസ്റ്റ്യൻസ് വന്നത്? ക്രിട്ടിക്കൽ മിനറൽസ് എന്ന് വന്നിട്ടുണ്ട്, റെയർ എർത്ത് എലിമെന്റ്സ് എന്ന് വന്നിട്ടുണ്ട്, ടേമറിക്, അത് ന്യൂസ് ലിങ്ക്ഡ് ആണ്. അതുപോലെ ഡസ്റ്റ്, ഐസോത്തോം, ക്ലൗഡ് ബേസ്റ്റ്, അറ്റ്മോസ്ഫിയറിക് ഫിനോമിന, ഇന്റർ സബ്ജക്ട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. എൻവയോൺമെന്റ് പ്ലസ് ജോഗ്രഫി, ജോഗ്രഫി പ്ലസ് എക്കോളജി, അങ്ങനത്തെ ക്വസ്റ്റ്യൻസും വന്നിട്ടുണ്ട്. ഓക്കെ, സോ അത് നിങ്ങൾക്ക് കൂടുതൽ എക്സ്പെക്ട് ചെയ്യാം. സോ 2026 അടുത്ത പ്രിലിംസിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു ട്രെൻഡ് വെച്ചിട്ട് മാപ്പിംഗ് ക്വസ്റ്റ്യൻസ് ഡെഫിനറ്റ്ലി വിൽ ഇൻക്രീസ്. അതുപോലെ NCERT നിങ്ങൾ മൾട്ടിപ്പിൾ ടൈംസ് റിവൈസ് ചെയ്യണം. കഴിഞ്ഞ വർഷം അധികം ചോദിക്കാത്തതുകൊണ്ട് നെക്സ്റ്റ് ഇയറിൽ കൂടുതൽ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ ക്ലൈമറ്റ് സെക്ഷൻ, അത് ഭയങ്കര മേജർ ടോപ്പിക് ആണ്, ഇമ്പോർട്ടൻസ് കൊടുക്കുക. എൻവയോൺമെന്റ് പ്ലസ് ജോഗ്രഫി ഒരുമിച്ച് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ജോഗ്രഫി കുറെ കൂടി റീസണിങ് ബേസ്ഡ് ആയിട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ജോഗ്രഫിയിൽ അതിനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഐസോത്തോമിന്റെ ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, അതുപോലത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. സോ അസോർഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻ, അതിന്റെ റിവേഴ്സ് ലോജിക്, അങ്ങനെയൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. നമ്മളിപ്പോ ചോദിക്കുന്ന B is the answer for A or explanation for A എന്നുള്ളതിന് പകരം A is the explanation for B, അങ്ങനെ റിവേഴ്സ് റീസണിങ് ക്വസ്റ്റ്യൻസും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇനി മിഡീവൽ ഹിസ്റ്ററി 2026 എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് കുറയും, കാരണം കഴിഞ്ഞ വർഷം അൺഎക്സ്പെക്ടഡ്ലി 8 ക്വസ്റ്റ്യൻസ് ചോദിച്ചപ്പോൾ എല്ലാവരോടും പ്രിപ്പയർ ചെയ്യും കുറയും. ഇനി കൂടുതൽ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ടഫർ ആയിരിക്കും, കാരണം 2025 ചോദിച്ചേക്കുന്നത് എല്ലാം ഈസി ആയിരുന്നു. 2025 8 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. സാധാരണ 1 or 2 നമ്മൾ ഇഗ്നോർ ചെയ്യുന്ന ഏരിയ ആണ്. ഈ 8 ക്വസ്റ്റ്യൻ വന്നെന്ന് മാത്രമല്ല, അത് നിങ്ങൾ റിഗ്രറ്റ് ചെയ്യുകയും ചെയ്യും, കാരണം നിങ്ങൾ ഇഗ്നോർ ചെയ്യുന്ന ഏരിയ ആണ്. ഇനി നമ്മൾ വിചാരിക്കും പഠിച്ചാലും ചിലപ്പോൾ കിട്ടൂല, 1 or 2 ഉള്ളൂ, അതും ഡിഫിക്കൽട്ട് ആയിരിക്കും. പക്ഷേ 8 ഈസി ആയിരുന്നു, ഈസിലി ക്രാക്കിംഗ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു അല്ലേ. സോ 2025 അത്രയും ഈസി ആയതുകൊണ്ടും 2025 ട്രിക്കി ആവാൻ, 26 അടുത്ത വർഷം കുറച്ച് ടഫ് ആയിരിക്കും, ട്രിക്കി ആയിരിക്കും, ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് കുറയും. സോ എനിക്ക് തോന്നുന്നില്ല റിസ്ക് റിവാർഡ് അല്ലെങ്കിൽ കോസ്റ്റ് ബെനിഫിറ്റ് മാച്ച് ആവുമെന്ന് തോന്നുന്നില്ല. ഏതെങ്കിലും 1 or 2 സോഴ്സ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത് സ്റ്റിക്ക് ഓൺ ചെയ്യുക, ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കുക, മൾട്ടിപ്പിൾ ടൈംസ് റിവൈസ് ചെയ്യുക. ഈ ഒബ്സ്ക്യൂർഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ഒക്കെ മിഡീവൽ ഇന്ത്യയിൽ നിന്ന് അവോയ്ഡ് ചെയ്യുക. സ്റ്റിക്ക് ടു വൺ മെറ്റീരിയൽ. അതിൽ കൂടുതൽ വേറെ ഇതിലൊന്നും പറയാനില്ല. മോഡേൺ ഹിസ്റ്ററി വരുമ്പോൾ അവിടെ ഫണ്ടമെന്റൽസ് ആണ് എപ്പോഴും ഡോമിനേറ്റ് ചെയ്യുന്നത്. അത് നിങ്ങൾ സ്ട്രോങ് ആയിരിക്കുക. ഒരേ ഒരു ടെക്സ്റ്റ് ബുക്ക് സ്പെക്ട്രം, അത് മാത്രം ഫോക്കസ് ചെയ്യുക. നിങ്ങൾ ബിപിൻ ചന്ദ്ര ആണെന്നുണ്ടെങ്കിൽ ഓക്കെ, ബട്ട് സ്പെക്ട്രം ആണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത്. സോ ആ ഫണ്ടമെന്റൽ ക്വസ്റ്റ്യൻസ് ആണ് കഴിഞ്ഞ രാജാറാം മോഹൻ റോയ്, സെൽഫ് റെസ്പെക്ട് മൂവ്മെന്റ്, മഹാത്മാഗാന്ധി, NCEM അല്ലെ. അതുപോലെ 8 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, അതും എല്ലാം ഫണ്ടമെന്റൽ കോൺസെപ്റ്റ്സ് ആയിരുന്നു.
സോ എല്ലാം ഒരു സോഴ്സിൽ നിന്ന് തന്നെ, സ്പെക്ട്രത്തിൽ നിന്ന് തന്നെ ആണ് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും ഈസി ആയിട്ട്. 2026 നമ്മൾ എന്താ എക്സ്പെക്ട് ചെയ്യുന്നത്? സ്പെക്ട്രം തന്നെ പഠിച്ചാൽ മതി, കൂടുതൽ പോകേണ്ട ആവശ്യമില്ല. പക്ഷേ മൾട്ടിപ്പിൾ ടൈംസ് റിവൈസ് ചെയ്യണം, 4-5 ടൈംസ് നിങ്ങൾ റിവൈസ് ചെയ്യണം. മൂവ്മെന്റ്സ് എല്ലാം അറിയണം. സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് ആണെങ്കിലും, പാർട്ടീഷൻ ഓഫ് ബംഗാൾ ആണെങ്കിലും, ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് ആണെങ്കിലും, നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് ആണെങ്കിലും, ഗാന്ധിയൻ മൂവ്മെന്റ്സ്, ബിഫോർ ഗാന്ധി, ആഫ്റ്റർ ഗാന്ധി, വേരിയസ് ആക്ട്സ്, റെഗുലേഷൻസ്, അസോസിയേഷൻസ്, ഐഡിയോളജി ഫാക്ടേഴ്സ്, എവറിത്തിങ്, അതെല്ലാം നിങ്ങൾ പ്രോപ്പറായിട്ട് ഫണ്ടമെന്റൽസ് ക്ലിയർ ആയിട്ടിരിക്കണം. ഇത്രേ ഉള്ളൂ ഹിസ്റ്ററി. പിന്നെ ആർട്ട് ആൻഡ് ആർക്കിടെക്ചർ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ആൻഷ്യന്റ് പറഞ്ഞിട്ടുണ്ട്. ആ റിസോഴ്സസ് അത് ഫോളോ ചെയ്താൽ മതി. ബാക്കി നമുക്ക് ട്രെൻഡ് വെച്ച് കഴിഞ്ഞ തവണ കുറവായിരുന്നു, ബട്ട് നമ്മളത് പഠിക്കേണ്ട പോലെ തന്നെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. ഇനി ഇന്റർനാഷണൽ റിലേഷനിൽ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷത്തെ ഹയസ്റ്റ് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇവിടെ നിന്നാണ്. 7 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഒരു നാറ്റോ ചോദിച്ചിട്ടുണ്ട്, അത് ന്യൂസിലുള്ളതാണ്. UPI പാർട്ട്ണർ കൺട്രീസ് ചോദിച്ചിട്ടുണ്ട്. ബിംസ്റ്റെക് ഫൗണ്ടിങ് മെമ്പേഴ്സ് ചോദിച്ചിട്ടുണ്ട്. സോ ഫൗണ്ടിങ് മെമ്പേഴ്സ് ഇമ്പോർട്ടന്റ് ആണ്, ലേറ്റർ ജോയിൻ മെമ്പേഴ്സ് ഇമ്പോർട്ടന്റ് ആണ്. അവർക്ക് അവിടെ ട്വിസ്റ്റ് ചെയ്യാൻ പറ്റും. ബ്രിക്സിന്റെ തീം ചോദിച്ചിട്ടുണ്ട്. സോ സമ്മിറ്റ്സിന്റെ തീം ഇമ്പോർട്ടന്റ് ആണ്. UN ഇമ്പോർട്ടന്റ് ഇയേഴ്സ് ഇമ്പോർട്ടന്റ് ആണ്, ചോദിച്ചിട്ടുണ്ട്. IASTC ചബാർ ലിങ്ക്. ഓക്കെ, സോ UPSC ഒഫീഷ്യലി ടെസ്റ്റിംഗ് ദ ലിസ്റ്റ്, വേരിയസ് ലിസ്റ്റ് കൺട്രീസ് ഏതൊക്കെയാണ്, അങ്ങനെയൊക്കെ ഇപ്പൊ ചോദിക്കുന്നുണ്ട് അല്ലെ. സോ പണ്ട് ട്രഡീഷണലി ചോദിച്ചേക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് അതെല്ലാം. സോ 2026 നമ്മൾ നോക്കുമ്പോൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നാറ്റോ, ക്വാഡ്, ബ്രിക്സ്, SCO, G20, G7, ബിംസ്റ്റെക്, അതിലെ മെമ്പേഴ്സും ഇപ്പോഴത്തെ മെമ്പേഴ്സും ഫൗണ്ടിങ് മെമ്പേഴ്സും ലേറ്റർ ജോയിൻ ചെയ്തിട്ടുള്ള മെമ്പേഴ്സ് എല്ലാം നിങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. പിന്നെ സമ്മിറ്റിന്റെ തീംസ് നിങ്ങൾ മനസ്സിലാക്കണം. UN ഡെസിഗ്നേറ്റഡ് ഇയേഴ്സ്, ഇമ്പോർട്ടന്റ് ഇയേഴ്സ് മനസ്സിലാക്കണം. അതുപോലെ ലാസ്റ്റ് 12 മന്ത്സ് കറണ്ട് അഫയേഴ്സ്, അതിൽ നിന്നാണ് നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യൻസ് കിട്ടുന്നത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് 15 മന്ത്സിന്റെ ഞാൻ കവർ ചെയ്യുന്നുണ്ട്. ഓരോ മന്ത് വൈസ് നിങ്ങൾക്ക് മാഗസിൻ കിട്ടുന്നുണ്ട്. ആ മന്ത് വൈസ് നിങ്ങൾക്ക് 100 ക്വസ്റ്റ്യൻസ് കിട്ടുന്നുണ്ട്. അതിന്റെ ഡീറ്റെയിൽ സൊല്യൂഷൻ കിട്ടുന്നുണ്ട്. അത് സ്പ്ലിറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഇന്റർനാഷണൽ റിലേഷൻ, പോളിറ്റി എല്ലാം അവിടെ കവേർഡ് ആണ് ഫോർ 15 മന്ത്സ്, 12 അല്ല 15. അതിനുശേഷം 5 ടെസ്റ്റ്, ഇതിന്റെ എല്ലാം കൺസോളിഡേറ്റഡ് ഉണ്ട്. സോ 2000 ക്വസ്റ്റ്യൻസ്, 20 ടെസ്റ്റ്, അത്രയും ടോപ്പിക്സ് നിങ്ങൾ വെൽ പ്രിപ്പയർഡ് ആയിരിക്കും. നിങ്ങൾ അതിനെപ്പറ്റി പേടിക്കേണ്ട ആവശ്യമില്ല, അത് എനിക്ക് വിട്ടേക്കൂ. ഈ പറഞ്ഞ സയൻസ് ആൻഡ് ടെക്കും IR കംപ്ലീറ്റ്ലി ഓക്കെ. അവിടെ നിങ്ങൾ ഇനി വേറെ ബേസിക്സിലൊന്നും പോയി പഠിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ തന്നെ നമ്മളെല്ലാം കവർ ആവും. സൊല്യൂഷൻ വായിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ സിലബസ് കംപ്ലീറ്റ് ആയിക്കോളും. അവിടെ സയൻസ് ആൻഡ് ടെക്നോളജിയിലേക്ക് വരാം. 2026 ഹെവി ആയിരിക്കും. കാരണം 2025 4 ക്വസ്റ്റ്യൻസേ ചോദിച്ചിട്ടുള്ളൂ. ഇവോൾവിംഗ് ഏരിയ ആണ് സയൻസ് ആൻഡ് ടെക്നോളജി. നമ്മുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ആണ്, എക്കണോമിയിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ആണ്. നെക്സ്റ്റ് ഇയറിൽ ഗ്യാരണ്ടീഡ് ജമ്പ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. 2026 ഹെവി സയൻസ് ആൻഡ് ടെക് റിലേറ്റഡ് ക്വസ്റ്റൻ ആയിരിക്കും. സാധാരണ കുട്ടികളുടെ നൈറ്റ് മെയർ ആണ് സയൻസ് ആൻഡ് ടെക്നോളജി ക്വസ്റ്റ്യൻസ്. കാരണം ഏത് റിസോഴ്സ് പഠിക്കും എന്നുള്ള ഒരു ഇതുണ്ട്. പക്ഷേ കറണ്ട് അഫയേഴ്സ് ആണ്. സോ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് ISRO മിഷൻസ്, മൈക്രോ ഗ്രാവിറ്റി, mRNA, CRISPR, CRISPR, ആൻഡ് ദെൻ സെമി കണ്ടക്ടേഴ്സ്, അതൊക്കെ ന്യൂസിലുണ്ട്. ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്, സൂപ്പർ കമ്പ്യൂട്ടേഴ്സ്, സ്പേസ് സ്റ്റേഷൻ, AI ഗവേണൻസ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം. സോ കറണ്ട് അഫയേഴ്സ് ഡ്രിവൺ ആണ് എല്ലാ സയൻസ് ആൻഡ് ടെക് ക്വസ്റ്റ്യൻസും. അത് ബട്ട് നിങ്ങളുടെ കോൺസെപ്റ്റ്സും ക്ലിയർ ആയിരിക്കണം. അത് നിങ്ങൾ ഏതെങ്കിലും സോഴ്സ്, ഇവൻ ഇയർ ബുക്കിലാണെങ്കിൽ പോലും പോയിട്ട് നിങ്ങൾ സ്പേസ് ടെക്നോളജി, നാനോ ടെക്നോളജി, ബയോടെക്നോളജി, അതിന്റെ കോൺസെപ്റ്റ്സും അണ്ടർലൈൻ പ്രിൻസിപ്പിൾസും എല്ലാം മനസ്സിലാക്കണം. എന്നിട്ട് നിങ്ങൾ കറണ്ട് അഫയേഴ്സ് കണക്ട് ചെയ്യണം. ഡയറക്ട് സയൻസ് ബേസ്ഡ് അല്ല ചോദിക്കുന്നത്, സയൻസ് ബേസ്ഡ് അപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അത് കറണ്ട് അഫയേഴ്സ് നിങ്ങൾക്ക് കിട്ടും. ഏറ്റവും മോസ്റ്റ്ലി ഇപ്പോഴത്തെ സമയത്ത് റെലവെന്റ് ആയിട്ടുള്ളത്. ഓക്കെ, ഇനി സെക്യൂരിറ്റി റിലേറ്റഡ് ക്വസ്റ്റ്യൻ ലാസ്റ്റ് ഇയറിൽ 3 ക്വസ്റ്റ്യൻസേ ചോദിച്ചിട്ടുള്ളൂ. അത് മെയിൻ ആയിട്ട് വെപ്പൺസ് അല്ലെങ്കിൽ ഡിഫൻസ് ടെക്നോളജി, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. സോ അവിടെ എയർക്രാഫ്റ്റ് ചോദിക്കാം, UAVs ചോദിക്കാം, എയർ ഡിഫൻസ് ചോദിച്ചിട്ടുണ്ട്, സിസ്റ്റം ചോദിച്ചിട്ടുണ്ട്, AMCA, എഞ്ചിൻ ഡെവലപ്മെന്റ്, ഓപ്പറേഷൻ സിന്ദൂർ, ഗ്യാരണ്ടി, ഷുവർ ക്വസ്റ്റ്യൻ ആണ്. സോ 2026 നിങ്ങൾ ഫോക്കസ് ചെയ്യുമ്പോൾ നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ട ഏരിയാസ് എന്ന് പറയുന്നത് മെയിൻ ആയിട്ടുള്ളത് ബ്രഹ്മോസ്, സ്കാൽപ്, അസ്ട്ര, വേരിയസ് ഡ്രോൺസ്, അതുപോലെ ലോയിറ്ററിംഗ്, മ്യൂണിഷൻസ്, ടാങ്ക് ആൻഡ് ആർട്ടിലറി അപ്ഗ്രേഡ്സ് നോക്കണം, എഞ്ചിൻ ടെക്നോളജി നോക്കണം. പിന്നെ അടുത്ത ഏരിയാസ് ഏതാണ്? നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ഏരിയ എന്ന് പറയുന്നത് സ്പോർട്സ് ആണ്. 2025 2 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്, ഖോ വേൾഡ് കപ്പ്, അതുപോലെ ചെസ് വേൾഡ് കപ്പ്. 2026 ഏതാ പ്രോബബിൾ ആയിട്ടുള്ള? റീസെന്റ് കഴിഞ്ഞ വിമൻസ് ക്രിക്കറ്റ് വേൾഡ് കപ്പ്. വിമൻ UPSCയുടെ ഫേവറേറ്റ് ഏരിയ ആണ്. വിമൻ ക്രിക്കറ്റ് വേൾഡ് കപ്പ് ഇമ്പോർട്ടന്റ് ആണ്. കാരണം അത് ഒരുപാട് ന്യൂസിൽ ഉണ്ടായിരുന്നതാണ്. ആ സെമി ഫൈനൽ വലിയൊരു വിക്ടറി നമ്മൾ ഓസ്ട്രേലിയക്കെതിരെ ഉണ്ടായിരുന്നത്. ആ പേഴ്സണാലിറ്റി ഒക്കെ ഇമ്പോർട്ടന്റ് ആയിരിക്കും. ജമീമ ഓപ്പണിംഗിൽ ഇറങ്ങിയിട്ട് ലാസ്റ്റ് വരെ ഒരു റോക്ക് പോലെ അവിടെ നിന്ന് നമ്മൾ ജയിപ്പിച്ച ആളാണ്. സോ അതൊക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അത് മൊത്തത്തിൽ കവർ ചെയ്യാം. ചെസ് വേൾഡ് കപ്പ് ഗോവ കവർ ചെയ്യാം. ബോക്സിംഗ്, ബാഡ്മിന്റൺ റിലേറ്റഡ് ആസ്പെക്ട്സ് കവർ ചെയ്യാം. ഇന്ത്യ ഹോസ്റ്റ് ചെയ്തിട്ടുള്ള ടൂർണമെന്റ്സ് എല്ലാം നിങ്ങൾ പ്രോപ്പറായിട്ട് കവർ ചെയ്യുക, എസ്പെഷ്യലി വേൾഡ് കപ്പ്, ക്രിക്കറ്റ് വേൾഡ് കപ്പ്. പിന്നെ പോളിസീസ്
ചോദിക്കാറുണ്ട്, 2 3 ക്വസ്റ്റ്യൻസ് ആണ്. സോ ഏറ്റവും മേജർ ആയിട്ടുള്ള ഫ്ലാഗ്ഷിപ്പ് സ്കീംസ് മാത്രം നിങ്ങൾ പഠിക്കുക, ബാലൻസ് നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. 2026 സമയമില്ല ഒന്ന്, രണ്ട് നിങ്ങൾക്ക് അധികം വലിയൊരു ബെനിഫിറ്റ് അതിൽ നിന്ന് കിട്ടുന്നില്ല. സോ കറണ്ട് അഫയേഴ്സിൽ വരുന്നതും ഫ്ലാഗ്ഷിപ്പ് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോഗ്രാംസ് നിങ്ങൾ പഠിക്കുക. ഏറ്റവും കൂടുതൽ ഫോക്കസ് നിങ്ങൾ ആ 4 അല്ലെങ്കിൽ 5 കോർ സബ്ജക്ട്സിന് തന്നെ കൊടുത്താൽ മതി. പിന്നെയുള്ള ഏരിയ എന്ന് പറയുന്നത് അവാർഡ്സ് ആണ്. 2025 ഒരു ക്വസ്റ്റ്യൻ ആണ്, 2026 ചിലപ്പോൾ 2 3 ചോദിച്ചേക്കാം. അപ്പൊ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഗാന്ധി, മഹാത്മാഗാന്ധി പീസ് പ്രൈസ്, ഖേൽ രത്ന, ബുക്കർ പ്രൈസ്, നോബൽ പ്രൈസ് 24 25, അതൊക്കെ ഒന്ന് നോക്കി വെക്കുക ആരൊക്കെയാണെന്നൊക്കെ ഉള്ളത്. സോ എനിക്ക് ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ അനാലിസിസ്, ഇതൊക്കെയാണ് നമ്മുടെ പ്രഡിക്ഷൻസ്, ഇതൊക്കെയാണ് നമ്മുടെ ട്രെൻഡ്, ഇതൊക്കെയാണ് നമ്മൾ ഡീകോഡ് ചെയ്തത്, ഇങ്ങനെയാണ് അടുത്ത വർഷം ചോദിക്കാൻ പോകുന്നത്. അതിന്റെ ബേസിലാണ് നമ്മുടെ ടെസ്റ്റ് സീരീസും നമ്മുടെ മെന്റർഷിപ്പും കാര്യങ്ങളെല്ലാം പോകുന്നത്. സോ എനിക്ക് പറയാനുള്ളത്, മൾട്ടിപ്പിൾ ടൈംസ് നിങ്ങൾ ആ കോർ സബ്ജക്ട്സ് റിവൈസ് ചെയ്യുക, അവിടെ തന്നെ നിങ്ങൾ സ്ട്രോങ് ആവും. ആ പൊളിറ്റി, ഇക്കണോമി, ജോഗ്രഫി, എൻവയോൺമെന്റ് 65% ആയി കഴിഞ്ഞ വർഷം നോക്കുമ്പോൾ. ഹിസ്റ്ററിയും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 75% ആയി അല്ലേ? അത് മതി നിങ്ങൾക്ക്. ഏറ്റവും കൂടുതൽ പിന്നെ ഫോക്കസ് കൊടുക്കേണ്ടത് മാപ്പിംഗ്, IR ലിസ്റ്റുകൾ, ഞാൻ പറഞ്ഞത് ക്ലൈമറ്റ് സയൻസ് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഇൻഫ്രാസ്ട്രക്ചർ ടെക്നോളജി ക്വസ്റ്റ്യൻസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. സയൻസ് ആൻഡ് ടെക്നോളജി ലൈക്ക് ISRO, ബയോടെക്നോളജി, നാനോ ടെക്നോളജി, അതിനൊക്കെ AI, അതിനൊക്കെ നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കാം. വേസ്റ്റേജസ് ഒക്കെ അവോയ്ഡ് ചെയ്യുക, അതായത് എക്സ്ട്രാ ടോപ്പിക്സ്, ഞാൻ പറയുന്നത് ഒബ്സ്ക്യൂർ മിഡീവൽ ഇന്ത്യ ടോപ്പിക്സ് അല്ലെങ്കിൽ പഴയ കറണ്ട് അഫയേഴ്സ്, കൂടുതൽ സോഴ്സിന്റെ പുറകെ പോകുക, അതൊക്കെ നിങ്ങൾ മാക്സിമം അവോയ്ഡ് ചെയ്യുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാക്സിമം സോൾവ് ചെയ്യുക, മാക്സിമം റിപ്പീറ്റഡ്ലി വായിച്ചുകൊണ്ടിരിക്കുക. കാരണം UPSC റിപ്പീറ്റ് ലോജിക്, പക്ഷേ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യില്ല. ലോജിക്, പാറ്റേൺ, തീം, അതൊക്കെ റിപ്പീറ്റ് ചെയ്യുക. അതൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ടെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്നാണ്. സോ ഇതൊക്കെയാണ് നമുക്ക് പറയാനുള്ളത്. അപ്പൊ നല്ലതായിട്ട് പ്രിപ്പയർ ചെയ്യുക, അടിപൊളിയായിട്ട് അടുത്ത എക്സാം എഴുതുക. ഈവൻ ഇപ്പോഴാണ് നിങ്ങൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും വി ആർ ദേർ ടു ഹെൽപ്പ് യു. നമ്മളുടെ മെന്റർഷിപ്പോ ക്ലാസ്സസോ ടെസ്റ്റ് സീരീസോ വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി. Everything is available. So see you in the next video. Thank you.